അസ്സലാമലൈക്കും. എന്നത്തെ പോലെ ഞാൻ ഇന്നും വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളെ പരിസ്ഥിതി ദിനമല്ലേ. എല്ലാ കൊല്ലവും രണ്ടായിരത്തിൽ തൊട്ട് ഞാനൊരു വൃക്ഷത്തൈ നടാറുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഏത് തരത്തിലായാലും എനിക്ക് പറ്റാവുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാനൊരു ബദാമാണ് നട്ടത്. നമുക്ക് ചെന്ന സ്ഥലമില്ല, സ്ഥലത്തിൻ്റെ പരിമിതിക്ക് അനുസരിച്ച് സ്ഥലമുള്ളൂ, കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ ആ സ്ഥലം ഇല്ലാത്ത കാരണം ഞാനതൊരു വലിയ ചട്ടിയിലാക്കിയിട്ട് വീടിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ട്. ഇത് താഴത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മഴ ഇതൊക്കെ കാരണം കേടായി. അപ്പോൾ മുകളിൽ കയറ്റി വെച്ച്. ഇപ്പോൾ അതിന്മേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല തൈയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഞാനത് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒന്ന് വെക്കും. അതുകൊണ്ട് എനിക്ക് മാറ്റം ഇതായിട്ട് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. എല്ലാതും നല്ല തൈയായിട്ട് വന്നിട്ടുമുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്നും ഇതിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. ഇപ്പോൾ പഠിച്ച് നമ്മളെ പ്രളയം കഴിഞ്ഞ് പിന്നെ എല്ലാം നശിച്ചിട്ട് പിന്നെ പുതിയത് രണ്ടാം വട്ടം നമ്മൾ തുടങ്ങുകയല്ലേ. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ചെറുതായിട്ട് വലിയ ഇതൊന്നുമല്ല, എന്നാലും ചെറുതായി തുടങ്ങി. ഇപ്പോൾ ഇപ്രാവശ്യം ബദാമുണ്ടായി. ഇപ്പോൾ ഇന്നും ഞാനൊരു വെച്ചിട്ടുണ്ട്. അത് ഞാൻ വഴിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വിത്തുകളൊക്കെ ഇന്ന് വിത്ത് 2-3 ദിവസം നല്ലോണം മഴ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ വിത്ത് അത്തരം വിത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലതല്ലേ. ഇപ്പോൾ ആദ്യം നിറവ് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ആ പച്ചക്കറിയൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ രണ്ടാമതും പോയി. അതൊക്കെ വലിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗം. എന്നാലും എനിക്ക് എൻ്റെ വീട്ടിലത്തെ ആവശ്യമുള്ള പച്ചക്കറി എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു സാമ്പാറിനുള്ള പച്ചക്കറി എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് പച്ചമുളകായാലും വേപ്പിലായാലും ഇഞ്ചി, ഈ വക സാധനങ്ങളൊക്കെ ഞാൻ തന്നെ വീട്ടിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് വിത്തുകളൊക്കെ പാവിയിട്ടുണ്ട്. അതൊക്കെ മുളച്ച് വന്നാൽ ഓണം ഇതൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഇതേപോലെ എന്നെപ്പോലെ ചെയ്യുന്നില്ല, എന്നാലും എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്ക്. എല്ലാവർക്കും പറ്റും. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളെ ചുമതലയല്ലേ. പിന്നെ എല്ലാം വെട്ടി വെളുപ്പിച്ച് നമ്മളിപ്പോൾ ഭൂമി തീരെ നമ്മളെ സംരക്ഷിക്കുന്നില്ല. നമുക്ക് വേണ്ട ഒരു സംരക്ഷണം. അപ്പോൾ ഭൂമി ഇപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതല്ല, ബോറടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയണത്. ഇത് വാസ്തവമുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ സാധാരണക്കാരിയാണ്. എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്നാലും ഞാൻ എല്ലാവരും കൂടിയിട്ട് നമ്മളെ ഭൂമിനൊന്ന് ഇതാക്കുക. നല്ല മഴയും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് പച്ചക്കറി നമ്മൾ 2 തൈ വെച്ചാൽ മതി. 2 തൈ വെച്ചാലും നമുക്ക് വീട്ടിലിരുന്ന് നമ്മളെ ആവശ്യത്തിനുള്ള തൈകൾ കിട്ടും. മുളച്ച് വന്നാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. മുളച്ച് വന്ന തൈകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഞാൻ എത്തിച്ചു തരും. മുളച്ച് ശരിയായി വരട്ടെ. ഞാനിപ്പോൾ വിത്തുകൾ പാവിയിട്ടുണ്ട്. പാവിയത് മുളച്ച് കിട്ടിയെങ്കിൽ മഴ നമ്മളെ രക്ഷിച്ചെങ്കിൽ ഒക്കെ മുളച്ച് കിട്ടും. അതപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയാനുള്ളതാണ് കേട്ടോ. എനിക്ക് കൂടുതലൊന്നും പറയാനും അറിയില്ല, ഇതാക്കാനും അറിയില്ല. അപ്പോൾ കഴിഞ്ഞാലും ഞാൻ ബദാം വെച്ചത് നന്നായി പൂത്തിട്ടുണ്ട്. ചെറിയ തൈ മേടിച്ച് വെച്ചതാണ്. അതേപോലെ ഒരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ നിങ്ങളും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നമ്മളെ നാടിനെ, നമ്മളെ അയൽക്കാരെ എല്ലാവരും ഒന്ന് സംരക്ഷിക്കുക. അങ്ങനെ പറയണത്.
ഉപദേശമല്ല, ഉപദേശിക്കാൻ എനിക്ക് അറിയില്ല. പിന്നെ വലിയ വലിയ കർഷകരും ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഇന്നാടി കൂടുതൽ ചെയ്യുന്നവരായിരിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. നമ്മൾ വെറുതെ ഇരുന്ന് ബോറടിക്കാൻ നല്ലത് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. എനിക്ക് പറഞ്ഞിട്ട് ഞാനെൻ്റെ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരത്തി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ ബെല്ലൈക്കൻ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഓളെന്ന് അമർത്തുക കേട്ടോ. എന്താണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇൻഷാ അല്ലാ നാളെ 8 മണിക്ക് നമുക്ക് കാണാം. ഒന്ന് 8 മണിയാകുമ്പോൾ ഒന്ന് കാണണേ. എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇത്രയൊക്കെയുള്ള എൻ്റെ ഇതിനെപ്പറ്റി പറയാൻ ഇത്രയൊക്കെ അറിയുള്ളൂ. പറയാനുണ്ടായിരിക്കും, എനിക്കറിയില്ല പറയാൻ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.